നമുക്ക് കാണാം, ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം കടന്നു വരികയാണ്. നമുക്കറിയാം, അദ്ദേഹം കടന്നു പോകുന്ന വഴികളിൽ മൊബൈൽ റേഞ്ചുകൾക്ക് തടസ്സമുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. വളരെ സുപ്രധാനമായ രാഷ്ട്രീയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ, സുപ്രധാനമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്താൻ പ്രധാനമന്ത്രി വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട്. ഒപ്പം ചില സുപ്രധാനമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും കൂടി അദ്ദേഹം നടത്തുമെന്നും ഉറപ്പാണ്. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുന്നു. അദ്ദേഹം മറൈൻ ഡ്രൈവിൽ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ധീവരസഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം പങ്കെടുക്കുന്ന ആദ്യ പരിപാടി. ആ വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ എത്തിച്ചേരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നു. ഡാനി, അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. സജിത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതപ്പോൾ വാഹന വ്യൂഹം പൂർണ്ണമായി, അദ്ദേഹത്തിന്റെ കോൺവോയ് പൂർണ്ണമായും തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതിൽ നിന്ന് ആദ്യ വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് എന്ന് തന്നെയാണ് ഇത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അതിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങി വേദിയിലേക്ക് ഇവിടെ നിന്ന് നമുക്ക് ാവുന്നത്. വേദിക്ക പുറകിൽ ഇവിടെ അതിനുശേഷം അദ്ദേഹം അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തയ്യാറെടുക്കും. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആ വേദിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധീവരസഭയുടെ സുപ്രധാനമായ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ ഈ വേദിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. അദ്ദേഹം എന്ത് പ്രഖ്യാപനങ്ങൾ, എന്ത് നീക്കങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനത്തിൽ നടത്താൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പും പ്രചരണ സമയത്തുമൊക്കെ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്താറുണ്ട്. ഇത്തവണ അദ്ദേഹം വരുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. BJPയെ സംബന്ധിച്ച് കേരളത്തിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചാൽ പോരാ, സീറ്റുകൾ നേടണം. മുമ്പ് നിയമം വന്ന സീറ്റ് കൈമോശം വന്നു. ഇനി നിയമം പോരാ, അതിനുമപ്പുറം വലിയ സീറ്റുകൾ വേണം. അതാണ് BJPയുടെ പ്രഖ്യാപനവും നീക്കങ്ങളും. അപ്പോൾ ആ തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമായും അത്തരം ചില നീക്കങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ വിജയം BJP സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ, ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം കൂടി ഇതാ പ്രധാനമന്ത്രി ആ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന്റെ ദൃശ്യങ്ങൾ to receive our honorable Prime Minister to this great moment. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.